ഹലോ, ഇംഗ്ലീഷ് ഫോർ കരിയർ എന്ന ടെക്സ്റ്റിൽ സെക്കൻഡ് മോഡ്യൂളിൽ 10ാമത്തെ യൂണിറ്റാണ് ഇന്ന് നോക്കുന്നത്. മോഡ്യൂൾ 2 യൂണിറ്റ് 10. Read the passage given below and complete the exercises that follow. Let's read the passage. It is not always easy for a woman to make her way in the world and, as the phrase goes, to come to the front. There are many reasons why this is so, and there are exceptions. But the fact remains that, in general, a woman has to fight harder to win a position than a man does. And it is because she is a woman, declares Dame Ethel Smith, that her power of composing music was not more quickly and more readily recognized. Though today she is acclaimed as England's foremost woman composer, indeed, one of England's foremost composers, whether men or women, it is only after a long struggle that she has achieved fame. She has won it not only by the fineness of her music, but also because she has always refused to allow herself to be passed over. Exercises. Question number 1. Underline the adverbs in the passage. So this unit deals with adverbs. 9ാമത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അത് അഡ്ജക്റ്റീവ്സിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ഇന്നത്തേത് adverb ആണ്. അപ്പോൾ എന്താണ് adverb എന്നുള്ളത് നോക്കാം. What is an adverb? An adverb is a word that modifies a verb, an adjective or another adverb. നമ്മൾ adjective പഠിച്ചപ്പോൾ പറഞ്ഞു adjective is a noun modifier. ഒരു നൗണിന് കൊടുക്കുന്ന ക്വാളിറ്റി അല്ലെങ്കിൽ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു മോഡിഫിക്കേഷനാണ് adjective എന്ന് പറയുന്നത്. എന്നാൽ adverb മോഡിഫൈ ചെയ്യുന്നത് 3 കാര്യങ്ങളെയാണ്. ഇറ്റ് മോഡിഫൈസ് എ വേർബ്. അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് അല്ലെങ്കിൽ ഒരു വെർബിനെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡിന് നമ്മൾ ആഡ്വർബ് എന്ന് പറയാറുണ്ട്. എന്നുള്ളൊരു വെർബിനെ മാത്രമല്ല, ആൻ ആഡ്വർബ് മോഡിഫൈസ് ആൻ അഡ്ജക്റ്റീവ് ആൻഡ് അനദർ ആഡ്വർബ്. ഒരു വെർബിനെയോ അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവിനെയോ അല്ലെങ്കിൽ വേറൊരു ആഡ്വർബിനെയോ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് എല്ലാം ആഡ്വർബ്സ് ആണ്. എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആകും. നോക്കാം. എക്സാമ്പിൾ, ഹി വർക്ക്സ് സിൻസിയർലി. സോ ഈ സെൻറ്റൻസിനകത്ത് സബ്ജക്റ്റ് ഹി ആണ്. ദെൻ അത് കഴിഞ്ഞ് വരുന്നത് വേർബാണ്, വർക്ക്സ്. അതിന് ശേഷം ഒരു വേർഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ സിൻസിയർലി എന്ന വേർഡ് വെർബായിട്ടുള്ള വർക്ക്സിന് മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, സോ ദ വേർഡ് സിൻസിയർലി ഈസ് ആൻ ആഡ്വർബ്. ഹി വർക്ക്സ് സിൻസിയർലി. ഓക്കെ, അപ്പോൾ സിൻസിയർ എന്ന വേർഡ് വർക്ക്സ് എന്ന വെർബിനെ മോഡിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് അതൊരു ആഡ്വർബാണ്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹി ഈസ് എ വെരി സിൻസിയർ വർക്കർ. ഹി ഈസ് എ വെരി സിൻസിയർ വർക്കർ. അപ്പോൾ ഈ സെൻറ്റൻസിനകത്ത് വർക്കർ എന്ന് പറയുന്നത് ഒരു നൗണാണ്. വർക്കർ ഒരു നൗണാണ്. ആ നൗണിനെ കൊടുക്കുന്ന ഒരു മോഡിഫിക്കേഷനാണ് അല്ലെങ്കിൽ അതിന് ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് സിൻസിയർ. സോ ആ സിൻസിയർ എന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവാണ്. എന്നാൽ ആ സെൻറ്റൻസിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെരി എന്ന വേർഡ് അത് സിൻസിയർ എന്ന അഡ്ജക്റ്റീവിന് കൊടുക്കുന്ന ഒരു മോഡിഫിക്കേഷനാണ്. ആ സിൻസിയർ എന്ന വേർഡിനെ ഈ വെരി എന്ന വേർഡ് മോഡിഫൈ ചെയ്യുന്നു. സോ ദ വേർഡ് വെരി ഈസ് എൻ അഡ്ജക്റ്റീവ്. ഓക്കെ, നെക്സ്റ്റ്, ഹി വർക്ക്സ് വെരി സിൻസിയർലി. ഹി വർക്ക്സ് വെരി സിൻസിയർലി. ഇതിനകത്ത് സബ്ജക്റ്റ് ഹി ആണ്. നെക്സ്റ്റ് വേർബ് എന്ന് പറയുന്നത് വർക്ക്സ്. സിൻസിയർലി എന്ന വേർഡ് ആഡ്വർബാണ് ബിക്കോസ് ഇറ്റ് ക്വാളിഫൈസ് ദ വേർബ് വർക്ക്സ്. ഓക്കെ, എന്നാൽ ആ സെൻറ്റൻസിനകത്ത് വെരി എന്ന വേർഡിൻ്റെ ഡ്യൂട്ടി എന്താണ്? അത് സിൻസിയർലി എന്ന ആഡ്വർബിനെ വീണ്ടും ക്വാളിഫൈ ചെയ്യുന്നു. ആ ഒരു വേർഡിനെ വീണ്ടും മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു. സോ ദ വേർഡ് വെരി ഈസ് ഓൾസോ ആൻ ആഡ്വർബ്. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെ 3 സെൻറ്റൻസുകൾ വായിക്കുമ്പോഴേക്കും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ആഡ്വർബ് എന്ന് പറയുന്നത് ഒരു വെർബിനെ ക്വാളിഫൈ ചെയ്യുന്നു, ഒരു അഡ്ജക്റ്റീവിനെ ക്വാളിഫൈ ചെയ്യുന്നു, വേറൊരു ആഡ്വർബിനെയും ക്വാളിഫൈ ചെയ്യുന്നു. ഓക്കെ, അടുത്ത എക്സാമ്പിൾ കൂടെ നോക്കാം. ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ഓക്കെ, റെയിനിങ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ആക്ഷൻ അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഹെവിലി എന്ന വേർഡ് ആഡ്വർബാണ്. ഇറ്റ് ഈസ് റെയിനിങ് വെരി ഹെവിലി. ഓക്കെ, അവിടെ ഹെവിലി എന്ന് പറയുന്നത് ആഡ്വർബാണ്. അതുപോലെ തന്നെ ആ ഒരു വേർഡിന്
വെരി എന്ന വേർഡ് വീണ്ടും മോഡിഫൈ ചെയ്യുന്നു, അതുകൊണ്ട് അതൊരു ആഡ്വർബാണ്. സോ ഈ സമയത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം, ഒരു സെൻറ്റൻസിനകത്ത് ഒന്നിൽ കൂടുതൽ ആഡ്വർബ്സ് വരുമോ എന്നുള്ളത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആഡ്വർബ് ഉണ്ടാകും. നമ്മൾ അതിനുശേഷം ഒരു ഓർഡറിലാണത് എഴുതുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ആഡ്വർബ് വരാം. അത് എഴുതുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ടത് അതിനൊരു ഓർഡറുണ്ട്, ആ ഒരു ഓർഡറിൽ നമ്മൾ എഴുതേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ആഡ്വർബ്സിനെ നമ്മൾ ഫോം ചെയ്യുന്നത്. അതായത് ഒരു അഡ്ജക്റ്റീവിൻ്റെ കൂടെ ly എന്ന് ആഡ് ചെയ്യുമ്പോഴേക്കും നമുക്കൊരു ആഡ്വർബ് ഉണ്ടാകും. അത് എല്ലാ ly എന്ന് എൻഡ് ചെയ്യുന്ന എല്ലാ വേർഡ്സും ആഡ്വർബ് ആകണമെന്നില്ല, എങ്കിലും കൂടുതൽ കേസസ് നോക്കുകയാണെങ്കിലും അഡ്ജക്റ്റീവ്സിൻ്റെ കൂടെ ലാസ്റ്റ് ly എന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ ആഡ്വർബ് ആയിരിക്കും കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, ക്ലവർ എന്ന വേർഡ് ഒരു അഡ്ജക്റ്റീവാണ്. അതിനോട് കൂടെ ly എന്ന് ലാസ്റ്റ് ആഡ് ചെയ്യുമ്പോഴേക്കും ക്ലവർലി അതൊരു ആഡ്വർബായിട്ട് മാറുന്നു. ക്യുക്ക് അഡ്ജക്റ്റീവാണ്, ക്യുക്ക്ലി അതൊരു ആഡ്വർബാണ്. സിൻസിയർ അഡ്ജക്റ്റീവ്, സിൻസിയർലി. ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുള്ളി. ഫെയ്ത്ത്ഫുൾ, ഫെയ്ത്ത്ഫുള്ളി. ഓക്കെ, അപ്പോൾ കൂടുതൽ കേസുകളിലും ly ആഡ് ചെയ്യുമ്പോഴേക്കും അതൊരു ആഡ്വർബായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ചില ആഡ്വർബ്സ് ഫ്രേസസ് ആയിട്ട് വരാറുണ്ട്. അതായത് രണ്ട് ആഡ്വർബ്സ് കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിലുള്ള ഫ്രേസസ് ആയിട്ട് കാണാറുണ്ട്. അതിന് എക്സാമ്പിൾസാണ് നൗ ആൻഡ് ദെൻ, ബൈ ആൻഡ് ബൈ, ഫാർ ആൻഡ് വൈഡ്, ത്രൂ ആൻഡ് ത്രൂ, ടു ആൻഡ് ഫ്രോ, ഓഫ് ആൻഡ് ഓൺ. ഓക്കെ, എക്സെട്ര. ഇതുപോലുള്ളത് ഫ്രേസസ് ആയിട്ടാണ് വരുന്നത്, അത് ആഡ്വർബ്സ് ആണ്. ഇനി ചില ആഡ്വർബ്സ് അഡ്ജക്റ്റീവായിട്ടും ആഡ്വർബായിട്ടും സെയിം വേർഡ്സ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹാർഡ്. ഹാർഡ് എന്ന വേർഡ് ചില കോണ്ടെക്സ്റ്റുകളിൽ അതൊരു അഡ്ജക്റ്റീവായിട്ട് വരും, ചില കോണ്ടെക്സ്റ്റുകളിൽ അതൊരു ആഡ്വർബായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഹാർഡ് വർക്ക് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് വർക്ക് നൗണായിട്ട് വരികയാണ്. സോ അതിന് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഹാർഡാണ്. അവിടെ ഹാർഡ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. എന്നാൽ വർക്ക് ഹാർഡ്, വർക്ക് ഹാർഡ്, അവിടെ വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വെർബാണ്. സോ ആ വെർബിന് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിച്ച വേർഡ് ഹാർഡ് തന്നെയാണ്. ആ കോണ്ടെക്സ്റ്റിനകത്ത് അവിടുത്തെ ഹാർഡ് എന്ന് പറയുന്നത് ആഡ്വർബാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ സെയിം വേർഡ് തന്നെ അഡ്ജക്റ്റീവായിട്ടും ആഡ്വർബായിട്ടും പല കോണ്ടെക്സ്റ്റുകളിൽ വരാറുണ്ട്. അതിന് കൂടുതൽ എക്സാമ്പിൾസ് എന്ന് പറയാവുന്നത് സ്ലോ പ്രോഗ്രസ്. സ്ലോ പ്രോഗ്രസ് അതൊരു അഡ്ജക്റ്റീവാണ്. ഗോ സ്ലോ, അവിടെ സ്ലോ എന്ന് പറയുന്നത് ആഡ്വർബാണ്. ഗോ എന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്നു. ദെൻ ലെഷർലി കോൺവെർസേഷൻ. ലെഷർലി കോൺവെർസേഷൻ, കോൺവെർസേഷൻ എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് ലെഷർലി. സോ ഇറ്റ് ഇസ് എൻ അഡ്ജക്റ്റീവ്. എന്നാൽ റൈറ്റ് ലെഷർലി എന്ന് പറയുകയാണെങ്കിൽ അവിടെ ലെഷർലി എന്ന വേർഡ് ആഡ്വർബാണ്, ബിക്കോസ് ഇറ്റ് ക്വാളിഫൈസ് ദ വേർബ് റൈറ്റ്. ദെൻ ഏർലി റൈസർ. ഓക്കെ, ഏർലി എന്ന വേർഡ് അവിടെ ഒരു അഡ്ജക്റ്റീവാണ്. റൈസ് ഏർലി അവിടെ ആഡ്വർബാണ്. ഫാസ്റ്റ് പാസഞ്ചർ, ഫാസ്റ്റ് എന്ന വേർഡ് അവിടെ അഡ്ജക്റ്റീവാണ്. ഫാസ്റ്റ് അസ്ലീപ്പ് എന്ന എക്സാമ്പിളിനകത്ത് അവിടെ ആഡ്വർബാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ആഡ്വർബ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ആഡ്വർബ്സ് ഓഫ് ടൈം. ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ്സ് നമ്മൾ ആഡ്വർബായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനെയാണ് ആഡ്വർബ്സ് ഓഫ് ടൈം എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. നൗ, ദെൻ, ടുഡേ, സൂൺ, ഏർലി, ബിഫോർ, ലേറ്റ്, lately, recently, formerly, ever, never, after, yet, still, ago, already, etc. ഇതെല്ലാം ടൈം സൂചിപ്പിക്കുന്ന ആഡ്വർബ്സ് ആണ്. നെക്സ്റ്റ്, ആഡ്വർബ്സ് ഓഫ് പ്ലേസ്. ഓക്കെ, പ്ലേസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആഡ്വർബ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ, ഹിയർ, ദെയർ, അപ്പ്, ഡൗൺ, ഇൻസൈഡ്, outside, away, afar, nowhere, everywhere, backwards, onwards, etc. Then adverbs of manner അല്ലെങ്കിൽ ക്വാളിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്ന adverbs. എക്സാമ്പിൾ, bravely, beautifully, well, thus, so, quickly, etc. ഇതൊക്കെ തന്നെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു മാനർ എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ്, ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി.
ഓക്കെ, അവർ റിപ്പീറ്റഡ്നെസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കാണിക്കാൻ ഉപയോഗിക്കുന്ന ആഡ്വർബ്സ്. എക്സാമ്പിൾ ഓഫൺ, ഫ്രീക്വൻലി, ഒക്കേഷണലി, റെയർലി, barely, scarcely, usually, casually, always, never, seldom, hardly, hardly ever, etc. The adverbs of degree. പല തോതുകൾ, പല ഡിഗ്രി കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആഡ്വർബ്സ് ആണ് fairly, rather, very, quite, extremely, highly, too, enough, totally, entirely, almost, nearly, etc. The interrogative adverbs. Interrogative adverbsന് എക്സാമ്പിൾസ് ആണ് when, where, why, how far, how much, how soon, how often, etc. Then relative adverbsന് എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത് where, when, how ഇതൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആഡ്വർബ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് പൊസിഷൻ ഓഫ് ആഡ്വർബ്സ്. ഒരു സെൻറ്റൻസിനകത്ത് ആഡ്വർബ് എവിടെയാണ് നമ്മൾ വയ്ക്കേണ്ടത്, അതിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കണം. അതിന് പല പല രീതികളുണ്ട്, നമുക്കത് നോക്കാം. ഫസ്റ്റ്, ആഡ്വർബ്സ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. ഒരു സെൻറ്റൻസിനകത്ത് വരുന്നത് ഇൻട്രാൻസിറ്റീവ് വേർബ് ആണെങ്കിൽ ആഡ്വർബ് എഴുതേണ്ടത് അതിന് ശേഷമാണ്. ഓക്കെ, ആഡ്വർബ്സ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ഇൻട്രാൻസിറ്റീവ് വേർബ്സ്. ഇൻട്രാൻസിറ്റീവ് വേർബ് എന്ന് പറയുന്നത് ഓബ്ജക്റ്റ് ഇല്ലാത്ത വേർബ്സ് ആണ്. എക്സാമ്പിൾ നോക്കാം. ഹി സ്ലീപ്സ് വെൽ. ഓക്കെ, സ്ലീപ്സ് എന്നുള്ളത് അതിനകത്തൊരു ഇൻട്രാൻസിറ്റീവ് വേർബാണ്. സോ ആഡ്വർബ് വെൽ എന്നുള്ളത് അതിന് ശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷീ കംസ് ലേറ്റ്. ഓക്കെ, ദ ബേബി സ്ലെപ്റ്റ് സൗണ്ട്ലി. ഷീ കെയിം ഏർലി. ഓക്കെ, അപ്പോൾ ഇൻട്രാൻസിറ്റീവ് വേർബ്സ് വരികയാണെങ്കിൽ ആഡ്വർബ് എഴുതേണ്ടത് അതിന് ശേഷമാണ്. നമ്പർ 2, പ്ലേസ്ഡ് ആഫ്റ്റർ ദ ഓബ്ജക്റ്റ് ഇഫ് ദെയർ ഈസ് വൺ. ഒരു സെൻറ്റൻസിനകത്ത് ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ആ ഓബ്ജക്റ്റിന് ശേഷമായിരിക്കണം ആഡ്വർബ് എഴുതേണ്ടത്. എക്സാമ്പിൾ, ഹി റിട്ടേൺ ദ ബുക്ക് ഇമ്മീഡിയറ്റ്ലി. ഹി റിട്ടേൺഡ് ദ ബുക്ക് ഇമ്മീഡിയറ്റ്ലി. സെൻറ്റൻസിൽ ഹി എന്നുള്ളത് സബ്ജക്റ്റാണ്, വേർബ് റിട്ടേൺഡ്, ദ ബുക്ക് എന്നുള്ളത് ഓബ്ജക്റ്റാണ്. സോ അവിടെ ഒരു ഓബ്ജക്റ്റ് ഉണ്ട്. ഓബ്ജക്റ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആഡ്വർബ് അതിന് ശേഷം എഴുതണം. സോ ഇമ്മീഡിയറ്റ്ലി എന്ന എന്ന ആഡ്വർബ് ദ ബുക്ക് എന്ന ഓബ്ജക്റ്റിന് ശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹി റിട്ടേൺ ദ ബുക്ക് ഇമ്മീഡിയറ്റ്ലി. വേറെ എക്സാമ്പിൾ, ഹി ഹെൽപ്ഡ് ഹെർ വില്ലിംഗ്ലി. അവിടെ ഓബ്ജക്റ്റ് ഹെർ ആണ്. ഹി ഫിനിഷ്ഡ് ദ വർക്ക് ക്വിക്ക്ലി. അവിടെ ഓബ്ജക്റ്റ് ദ വർക്ക് ആണ്. ഷീ സ്പീക്സ് ഫ്രഞ്ച് വെൽ. അവിടുത്തെ ഓബ്ജക്റ്റ് ഫ്രഞ്ച് എന്ന വേർഡാണ്. സോ വില്ലിംഗ്ലി, ക്വിക്ക്ലി, വെൽ എന്നീ വേർഡ്സ് എല്ലാം ആഡ്വർബ്സ് ആണ്. നമ്പർ 3, ആഡ്വർബ്സ് ഓഫ് ഫ്രീക്വൻസി ആർ ഓഫൺ പ്ലേസ്ഡ് ആഫ്റ്റർ ബി ഇഫ് ബി ഈസ് യൂസ്ഡ് ആസ് ദ മെയിൻ വെർബ്. ഒരു സെൻറ്റൻസിനകത്ത് ബിയുടെ ഫോംസ് ഏതെങ്കിലും മെയിൻ വെർബായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫ്രീക്വൻസി കാണിക്കാൻ ഉപയോഗിക്കുന്ന ആഡ്വർബ് അതിന് ശേഷമാണ് എഴുതേണ്ടത്. ബിയുടെ ഫോമിന് ശേഷമായിട്ട് എഴുതുക. എക്സാമ്പിൾ, ഷീ ഈസ് സെൽഡം ലേറ്റ്. ഓക്കെ, അപ്പോൾ ഈസ് എന്നുള്ളത് അവിടെ മെയിൻ വെർബാണ്. ബിയുടെ ഫോമായിട്ടുള്ള പ്രസൻറ്റിലെ ഫോമായിട്ടുള്ള ഈസ് അവിടെ മെയിൻ വെർബാണ്. സോ ആ ഒരു ആഡ്വർബ് ഫ്രീക്വൻസി സെൽഡം എന്നത് ആഡ്വർബ് ഫ്രീക്വൻസിയാണ്. അത് മെയിൻ വെർബായിട്ടുള്ള ഈസിന് ശേഷമാണ് എഴുതിയത്. ഷീ ഈസ് സെൽഡം ലേറ്റ്. അനദർ എക്സാമ്പിൾ, ഹീ ഈസ് നെവർ പങ്ക്ച്വൽ. ഐ ആം always honest. Okay, number 4, frequency adverbs are usually placed before the main verb when there is no auxiliary verb. ഒരു സെപ്പറേറ്റ് ഓക്സിലറി വെർബ് സെൻറ്റൻസിനകത്ത് ഇല്ല എങ്കിൽ ഫ്രീക്വൻസി കാണിക്കുന്ന ആഡ്വർബ് മെയിൻ വെർബിന് മുന്നിലായിട്ടാണ് എഴുതേണ്ടത്. സോ ബിഫോർ ദ മെയിൻ വെർബ്. എക്സാമ്പിൾ നോക്കാം. ഹി സെൽഡം റൈസസ് ഏർലി. ഓക്കെ, അപ്പോൾ അവിടെ ഫ്രീക്വൻസി കാണിക്കാൻ ഉപയോഗിച്ച ആഡ്വർബ് സെൽഡമാണ്. ആ വേർഡ് എവിടെ ഉപയോഗിച്ചു, അവിടെ മെയിൻ വെർബായിട്ടുള്ള റൈസസ് അതിന് മുന്നിലായിട്ടാണ് ഉപയോഗിച്ചത്. കാരണം അതിനകത്ത് വേറെ ഓക്സിലറി വെർബില്ല. ഹി സെൽഡം റൈസസ് ഏർലി. വേറെ എക്സാമ്പിൾസ്,
She often tries to help me. They never visit us. She usually rises early. We always try to help her. He seldom visits us. അപ്പോൾ ഈ എക്സാമ്പിൾസിനകത്തെല്ലാം തന്നെ ആഡ്വേർബ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സെൽഡം, ഓഫൺ, നെവർ, യൂഷ്വലി, ഓൾവേസ്, എക്സെട്ര. Then number 5. Adverbs are usually placed after the first auxiliary. ഒരു സെൻറ്റൻസിനകത്ത് ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ആഡ്വർബ് ഉപയോഗിക്കേണ്ടത് ആ ഫസ്റ്റ് ഓക്സിലറിക്ക് ശേഷമാണ്. എക്സാമ്പിൾ, ഹി ഹാസ് ഓഫൺ കം ലേറ്റ്. ഓക്കെ, ഓക്സിലറി വെർബ് ഹാസ് ആണ്. അപ്പം മെയിൻ വെർബ് എന്ന് പറയുന്നത് കം ആണ്. അപ്പം അതിന് ഇടയിലായിട്ട്, അതായത് ഫസ്റ്റ് ഓക്സിലറി വെർബിന് ശേഷമായിട്ടാണ് ആഡ്വർബ് എഴുതിയത്. നെക്സ്റ്റ്, ഐ വാസ് ഗ്രേറ്റ്ലി പ്ലീസ്ഡ്. ഓക്സിലറി വെർബ് വാസ് ആണ്, അതിന് ശേഷം എഴുതി. ഐ ആം ഈഗർലി വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ട്. ഓക്കെ, ഈഗർലി എന്ന വേർഡ് ആഡ്വർബ് ആണ്. ഷീ ഹാസ് സെൽഡം ബീൻ സീൻ ഹിയർ. സെൽഡം എന്ന വേർഡ്. യു ഷുഡ് ഓൾവേസ് ഹാവ് ബീൻ ബിഹേവിംഗ് വെൽ. ദ ട്രെയിൻ ഹാസ് ജസ്റ്റ് ലെഫ്റ്റ്. I have seldom seen such brutality. Okay, next, number 6. Adverbs may be used before auxiliaries when specially stressed. നമുക്ക് ചില കോണ്ടെക്സ്റ്റുകളിൽ ഒരു ഓക്സിലറി വെർബിന് മുന്നിലായിട്ട് ആഡ്വർബ് ഉപയോഗിക്കാം. പക്ഷെ അത് ഏത് കോണ്ടെക്സ്റ്റിൽ മാത്രമാണ്? ഒരു സ്പെഷ്യൽ സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് മാത്രമാണ്. എക്സാമ്പിൾ നോക്കാം. ഹി ഓൾവേസ് ഈസ് ലേറ്റ്. ഓക്കെ, ഹി ഓൾവേസ് ഈസ് ലേറ്റ്. എപ്പോഴും എന്നൊരു ആ ഒരു വേർഡിന് സ്ട്രെസ് കൊടുക്കാനായിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഓക്സിലറി വെർബിന് മുന്നിലായിട്ട് ആഡ്വർബ് ഉപയോഗിക്കാം. നമുക്ക് വേറെ രീതിയിൽ എഴുതാം. ഓൾവേസ് ഹി ഈസ് ലേറ്റ്, അങ്ങനെയും പറയാം. നെക്സ്റ്റ്, ഹി നെവർ ഹാസ് കം ലേറ്റ്. അതുപോലെ തന്നെ നെവർ ഹാസ് ഹി കം ലേറ്റ്, അങ്ങനെയും പറയാം. ഹി സെൽഡം ഹാസ് വിസിറ്റഡ് അസ്. സെൽഡം ഹാസ് ഹി വിസിറ്റഡ് അസ്. ഓക്കെ, നമ്പർ 7. When there are 2 or more adverbs, the accepted order is MPT. That means manner, place, time. ഒരേ സെൻറ്റൻസിനകത്ത് ഒന്നിൽ കൂടുതൽ ആഡ്വർബ്സ് ഒരേ സമയത്ത് വരികയാണെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു ഓർഡർ ഇതാണ്. ഫസ്റ്റ് മാനർ കാണിക്കുന്ന ആഡ്വർബ്, ദെൻ പ്ലേസ് കാണിക്കുന്ന ആഡ്വർബ്, ലാസ്റ്റിൽ മാത്രം ടൈം കാണിക്കുന്ന ആഡ്വർബ്. എക്സാമ്പിൾ നോക്കാം. ഐ സാറ്റ് ക്വയറ്റ് ഇൻ ദ കോർണർ for an hour. സബ്ജക്റ്റായി വേർബ് സാറ്റ്, അതിനുശേഷം വരുന്നതെല്ലാം ആഡ്വർബുകളാണ്. ഓക്കെ, മാനർ കാണിക്കാൻ ഉപയോഗിച്ചതാണ് ക്വയറ്റ്. പ്ലേസ് കാണിക്കാൻ ഉപയോഗിച്ച ആഡ്വർബാണ് ഇൻ ദ കോർണർ. ടൈം ഫോർ എൻ അവർ. ഓക്കെ, നെക്സ്റ്റ്, ദ ചൈൽഡ് സ്ലെപ്റ്റ് വെൽ ഇൻ ദ ക്രാഡിൽ ഫോർ സം ടൈം. ദ വയലിനിസ്റ്റ് പ്ലേഡ് സ്വീറ്റ്ലി അറ്റ് ദ കൺസേർട്ട് ഫോർ നിയർലി 3 hours. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓർഡർ ഈ രീതിയിലാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ടൈം ആഡ്വേർബ്സ് ക്യാൻ ഒക്കർ ഇനിഷ്യലി ഓർ ഫൈനലി ഇൻ എ സെൻറ്റൻസ്. ഒരു സെൻറ്റൻസിനകത്ത് വരുന്നത് ടൈം ആഡ്വേർബ് ആണെങ്കിൽ അത് അതിൻ്റെ ബിഗിനിങ്ങിലോ എൻഡിലോ എഴുതാവുന്നതാണ്. എക്സാമ്പിൾ, യെസ്റ്റർഡേ ഹി റീച്ച് ഹിയർ. ഹി റീച്ച്ഡ് ഹിയർ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ രണ്ട് രീതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോ ഇത്രയും നമുക്ക് ആഡ്വേർബ്സിൻ്റെ ഒരു ബേസിക് ഐഡിയ ആയിട്ട് പറയാം. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, അണ്ടർലൈൻ ദ ആഡ്വേർബ്സ് ഇൻ ദ പാസേജ്. അപ്പോൾ ആ പാസേജിനകത്ത് നമ്മൾ വായിച്ച് വന്നപ്പോഴേക്ക് നോട്ട് ചെയ്തിട്ടുള്ള ആഡ്വേർബ്സ് എന്ന് പറയുന്നത് ഓൾവേസ്, ഹാർഡ്, ക്വിക്ക്ലി, റെഡിലി, എക്സെട്ര, ഇതൊക്കെയാണ്. നമ്പർ 2, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ആഡ്വേർബ്സ് ഇൻ ദിസ് ഫ്രേസ് വിത്ത് അനദർ സ്യൂട്ടബിൾ ആഡ്വേർബ്. സെൻറ്റൻസ് ഇങ്ങനെയാണ്, ഫ്രേസ് ഇങ്ങനെയാണ്. Her power of composing music was not more quickly and more readily recognized. ഓക്കെ, അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ആഡ്വർബ് എന്ന് പറയുന്നത് 2 വേർഡ്സ് ഉണ്ട്, ക്വിക്ക്ലി അതുപോലെ റെഡിലി. അപ്പോൾ അതിന് നമുക്ക് പകരം വയ്ക്കാവുന്ന ആഡ്വർബ്സ് ഏതെങ്കിലും എഴുതാം. നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഈസിലി അല്ലെങ്കിൽ ഹാപ്പിലി. അപ്പോൾ ഒരു കോണ്ടെക്സ്റ്റിന് ചേരുന്ന രീതിയിൽ ഈസിലി നമുക്ക് പറയാം, അതുപോലെ തന്നെ ഹാപ്പിലി നമുക്ക് പറയാം, ഒരു കോണ്ടെക്സ്റ്റിനൂടെ മാച്ച് ആവുന്ന രീതിയിൽ. Frame sentences of your own with 2 of the adverbs from the passage. 2 സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് സെൻറ്റൻസുകൾ എഴുതാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്പർ 3, he worked harder than all other students. ഓക്കെ, അവിടെ ഹാർഡർ എന്നുള്ളത്
adverb ആണ്. Number 4, the sun always rises in the east. Okay, അവിടെ always ഒരു adverb ആണ്. Then number 5, spot the error in the following sentence and underline it. The fact remains that in general a woman has to fight hardly to win a position than a man does. Okay, അപ്പോൾ അതിനകത്ത് എറർ എവിടെയാണ്? സോ അവിടെ എറർ എന്ന് പറയുന്നത് ഫൈറ്റ് ആണ് വേർബ്. ദെൻ അവിടെ വരുന്ന ആഡ്വർബ് എന്ന് പറയുന്നത് ഹാർഡ്ലി എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഹാർഡ്ലി എന്ന് നമുക്ക് എല്ലോ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫൈറ്റ് ഹാർഡ്. ഓക്കെ, എ വുമൺ ഹാസ് ടു ഫൈറ്റ് ഹാർഡ്. അതിന് നമ്മളൊരു കമ്പാരിറ്റീവ് സെൻസിൽ ഉപയോഗിക്കുമ്പോഴേക്കും ഫൈറ്റ് ഹാർഡർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണ് സ്ത്രീകളും പുരുഷന്മാരും വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ഫൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് നമുക്കവിടെ ഉപയോഗിക്കാവുന്നത് ഹാർഡർ. എ വുമൺ ഹാസ് ടു ഫൈറ്റ് ഹാർഡർ ടു വിൻ എ പൊസിഷൻ ദാൻ എ മാൻ ഡസ്. ഓക്കെ, പ്രാക്ടീസ് എക്സസൈസസ്. സെറ്റ് 1, fill in the blanks with the correct adverb from the list given below. കുറച്ച് adverbs തന്നിട്ടുണ്ട്. rather, much, very, nearly, seldom, such. fill ചെയ്യാം. Question number 1, Jane was dash happy to see her sister after dash a long time. സോ ഈ ഒരു സെൻറ്റൻസിനകത്ത് നമുക്കവിടെ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡ് ആൻസർ എന്ന് പറയുന്നത് വെരി. ജെയിൻ വാസ് വെരി ഹാപ്പി. ഓക്കെ, നമ്മൾ പറഞ്ഞു ആഡ്വർബ് എന്ന് പറയുന്നത് ഒരു വെർബിന് മാത്രമല്ല ഒരു അഡ്ജക്റ്റീവിനെയും അതുപോലെ വേറൊരു ആഡ്വർബിനെയും ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ വെരി എന്നുള്ള വേർഡാണ് ആഡ്വർബായിട്ട് വരേണ്ടത്. അതിനുശേഷം വരുന്നത് ആഫ്റ്റർ സച്ച് എ ലോങ് ടൈം. ഓക്കെ, സച്ച് എ ലോങ് ടൈം. നമ്പർ 2, ഡിഡ് യു സീ ഭരത്? ഹി ലെഫ്റ്റ് ഡാഷ് ഏർലി ഐ തിങ്ക്. ഓക്കെ, അപ്പോൾ ഏർലി എന്ന വേർഡിന് മോഡിഫൈ ചെയ്യാൻ ഉപയോഗിച്ച വേർഡാണ് റാദർ എന്നത്. റാദർ ഏർലി. സോ റാദർ എന്ന വേർഡ് അവിടെ ആപ്റ്റാണ്. നമ്പർ 3, ഐ ഡാഷ് ഡൈഡ് ലോഫിങ് അറ്റ് ദ ജോക്സ് ദ ക്രാക്ട്. ഓക്കെ, അപ്പോൾ ഡൈഡ് എന്ന വേർഡിനെയാണ് ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് മാച്ചായിട്ട് തോന്നുന്നത് ഏതാണ്? നിയർലി. ഐ നിയർലി ഡൈഡ്. ഓക്കെ, നമ്പർ 4, വി ആർ ഡാഷ് ഒബ്ലൈസ്ഡ് ടു യുവർ ഫാമിലി ഫോർ ഗിവിങ് എ ഷെൽട്ടർ. വി ആർ മച്ച് ഒബ്ലൈസ്ഡ്. ഓക്കെ, മച്ച് എന്ന ആഡ്വർബ് വരികയാണെങ്കിൽ അതിന് ശേഷം വരുന്നതൊരു പാസ്റ്റ് പാർട്ടിസിപ്പിളായിരിക്കും. അതായത് ഇഡിയോ ഇയനോ ചേർന്ന ഒരു വേർഡായിരിക്കും. ഓക്കെ, വി ആർ മച്ച് ഒബ്ലൈസ്ഡ്. നമ്പർ 5, അഹമ്മദ് ഡാഷ് വിസിറ്റ്സ് ഹിസ് അങ്കിൾ ഹു ലിവ്സ് ഇൻ ദിസ് ടൗൺ. ഓക്കെ, അപ്പോൾ അവിടെ മാച്ച് ആവുന്നത് സെൽഡം. സെറ്റ് 2, insert the adverb given in brackets in the correct position in the sentence. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദിസ് ട്രെയിൻ കംസ് ലേറ്റ്. സോ തന്നിട്ടുള്ള ആഡ്വർബ് ഓഫൺ ആണ്. അതിന് എവിടെയാണ് നമ്മൾ അതിനകത്ത് വെച്ചിട്ടുള്ളത്? ദിസ് ട്രെയിൻ ഓഫൺ കംസ് ലേറ്റ്. ഓക്കെ, അതുപോലെ കൃത്യമായിട്ട് സ്പേസിനകത്ത് തന്നിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഷീ ഇംപ്രസ്ഡ് ഹിം ബൈ ഹർ സിംഗിങ്. സോ ഗ്രേറ്റ്ലി എന്ന വേർഡ് എവിടെയാണ് വരേണ്ടത്? ഓക്കെ, അപ്പോൾ ഗ്രേറ്റ്ലി എന്ന ഒരു ആഡ്വർബ് നമുക്കവിടെ സ്യൂട്ടബിൾ ആകുന്നത് എവിടെയാണ്? ഓക്കെ, അവിടെ ഓബ്ജക്റ്റ് ഉണ്ട്. സെൻറ്റൻസിനകത്തൊരു ഓബ്ജക്റ്റ് ഉണ്ട്, ഹിം. ഷീ ഇംപ്രസ്ഡ് ഹിം എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓബ്ജക്റ്റിന് ശേഷമാണ് വരേണ്ടത്. ഷീ ഇംപ്രസ്ഡ് ഹിം ബൈ ഹർ സിംഗിങ്. ദെൻ നമ്പർ 2, there was nothing to do but wait for the next bus to arrive. else എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. സോ അതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് there was nothing else. നത്തിങ് എന്ന വേർഡ് കഴിഞ്ഞിട്ട് വയ്ക്കുക. നത്തിങ് എൽസ് ടു ഡു ബട്ട് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ബസ് ടു അറൈവ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എൽസ് എന്ന വേർഡ് വരികയാണെങ്കിൽ അതിന് ശേഷം ബട്ട് എന്ന വേർഡ് ഉണ്ടാവണം. ഓക്കെ, നത്തിങ് എൽസ് ടു ഡു ബട്ട്. ഓക്കെ, നമ്പർ 3, ഹി അഡ്മയേഴ്സ് മൈ ക്ലോസ്. ഓൾവേസ് ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. നമുക്കവിടെ ഓക്സിലറി വെർബൊന്നുമില്ല, മെയിൻ വെർബാണുള്ളത്. അങ്ങനെയുള്ള കോണ്ടെക്സ്റ്റുകളിൽ മെയിൻ വെർബിന് തൊട്ട് മുന്നിലായിട്ടാണ് ആഡ്വർബ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ എവിടെയാണ് വയ്ക്കേണ്ടത്? ഹി ഓൾവേസ് അഡ്മയേഴ്സ് മൈ ക്ലോസ്. ഹി ഓൾവേസ് അഡ്മയേഴ്സ് മൈ ക്ലോസ്. നമ്പർ 4, ദിസ് റൂം ഈസ് ബിഗ് ഫോർ ഓൾ ഓഫ് us ടു സ്ലീപ്പ് ഇൻ. എനഫാണ് നമുക്കതിനകത്ത് ചേർക്കേണ്ടത്. സോ അപ്പോൾ അതെവിടെയായിരിക്കും? ദിസ് റൂം ഈസ് ബിഗ് എനഫ്
for all of us to sleep in. Enough എന്ന ആഡ്വർബ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, എനഫ് എന്നൊരു വേർഡ് ആഡ്വർബ് നമുക്കൊരു സെൻറ്റൻസിനകത്ത് പറയുകയാണെങ്കിൽ അതൊരു പോസിറ്റീവ് സെൻസ് കിട്ടുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. മാത്രമല്ല എനഫ് എന്ന വേർഡിന് ശേഷം ഒരു ടു ഇൻഫിനിറ്റി കൂടെ ആ ഒരു സെൻറ്റൻസിനകത്ത് അതിനെ ഫോളോ ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ടു സ്ലീപ്പ് ഒരു ടു ഇൻഫിനിറ്റി ഉണ്ട്, ടു സ്ലീപ്പ്. അതുപോലെ തന്നെ എനഫ് ഒരു നൗണിന് മുന്നിലായിട്ട് ചേർക്കുക. എനഫ് ചേർക്കുന്നത് ഒരു നൗണിന് മുന്നിലായിട്ടാണ്. അതായത് എനഫ് മണി, മണി നൗണാണ്, അതിന് മുന്നിലായിട്ട് ചേർക്കുന്നു എനഫ് മണി. എന്നാൽ ഒരു അഡ്ജക്റ്റീവും ആഡ്വർബ് വരികയാണെങ്കിൽ, അഡ്ജക്റ്റീവോ ആഡ്വർബോ വരികയാണെങ്കിൽ അതിന് ശേഷമായിരിക്കും എനഫ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ബിഗിന് ശേഷം എനഫ് ഉപയോഗിച്ചത്. ദിസ് റൂം ഈസ് ബിഗ് എനഫ്. ഓക്കെ, അതുപോലെ സ്ട്രോങ് എനഫ്, യു ആർ സ്ട്രോങ് എനഫ് ടു ലിഫ്റ്റ് ദ ട്രങ്ക്. ഓക്കെ, അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, നൗണിന് മുന്നിലായിട്ട് എനഫ് ആഡ് ചെയ്യുക. അഡ്ജക്റ്റീവോ ആഡ്വർബോ വരികയാണെങ്കിൽ അതിന് ശേഷമായിട്ടാണ് എനഫ് വയ്ക്കേണ്ടത്. നമ്പർ 5, ദ ന്യൂ ടാക്സ് സ്ട്രക്ചർ ഈസ് ടഫ് ഓൺ ദ മിഡിൽ ക്ലാസ്സസ്. ഓക്കെ, ഉപയോഗിക്കേണ്ടത് റാദർ എന്ന ആഡ്വർബാണ്. ഓക്കെ, നമുക്കത് ആൻസർ സെൻറ്റൻസ് വായിക്കുമ്പോഴേ ക്ലിയർ ആകുന്നത് ദ ന്യൂ ടാക്സ് സ്ട്രക്ചർ ഈസ് റാദർ ടഫ് എന്നാണ്. ഓക്കെ, അപ്പോൾ റാദർ എന്ന വേർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, റാദർ എന്ന വേർഡ് പോസിറ്റീവ് സെൻറ്റൻസിനകത്തും നെഗറ്റീവ് സെൻസ് കിട്ടാനായിട്ട്, പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിനകത്തും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഫെയർലി എന്ന വേർഡ് ഒരു പോസിറ്റീവ് സെൻസ് കിട്ടുന്ന കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ദ പേഷ്യൻറ്റ് ഈസ് റാദർ ബെറ്റർ ടുഡേ, അതൊരു പോസിറ്റീവ് സെൻസാണ്. ദ പേഷ്യൻറ്റ് ഈസ് റാദർ ബെറ്റർ ടുഡേ. ഓക്കെ, അതുപോലെ തന്നെ യു സ്പീക്ക് റാദർ ടു ഫാസ്റ്റ്. ഓക്കെ, അവിടെ ഒരു നെഗറ്റീവ് സെൻസ് കിട്ടാനുണ്ട്, യു സ്പീക്ക് റാദർ ടു ഫാസ്റ്റ്. റാദർ എന്ന വേർഡ് അതുപോലെ തന്നെ കമ്പാരറ്റീവ് ഡിഗ്രി കാണിക്കുന്ന വേർഡിന് മുന്നിലായിട്ട് ടു TOO ടു എന്ന വേർഡിന് മുന്നിലായിട്ട് വരാറുണ്ട്. ഓക്കെ, അങ്ങനെയും ഒരു കോണ്ടെക്സ്റ്റ് കൂടെ ഉണ്ട്. റാദർ എന്ന ആഡ്വർബ് ഇൻക്ലൂഡ് ആകുന്നത് ആഡ്വർബ് ഓഫ് ഡിഗ്രിയുടെ കൂട്ടത്തിലാണ്. അതായത് ഒരു ഫീലിങ്ങോ ഒരു ആറ്റിറ്റ്യൂഡ് ഓഫ് മൈൻഡോ കാണിക്കാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വേർഡ്സ് ആയിട്ടായിരിക്കും ആഡ്വർബ് ഓഫ് ഡിഗ്രി പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിനകത്ത് പെടുന്ന ഒരു ആഡ്വർബാണ് റാദർ. സോ ഈ റാദർ ഉപയോഗിക്കുന്നത് ഒരു ഫീലിംഗ് കാണിക്കുന്ന വേർഡോ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന വേർഡോ വരികയാണെങ്കിൽ അതിന് തൊട്ട് മുന്നിലായിട്ടായിരിക്കും ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ആ ടഫ് എന്ന വേർഡിന് മുന്നിലായിട്ട് റാദർ ഉപയോഗിച്ചത്. അപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ റാദർ ഹെയ്റ്റ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് യുവേഴ്സ്. ആ ഹെയ്റ്റ് എന്നൊരു ആറ്റിറ്റ്യൂഡ് അതിന് മുന്നിലായിട്ട് റാദർ ഉപയോഗിക്കാം. ഐ റാദർ ഹെയ്റ്റ് അല്ലെങ്കിൽ ഐ റാദർ വിഷ്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലാണ് റാദർ എന്ന ആഡ്വർബ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, സെറ്റ് 3, fill in the blanks with the correct option. Number 1, Dash heard they finished dressing when the lights went out. ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസിൽ സ്കേഴ്സ്ലി ഉണ്ട്, ഹാർഡ്ലി ഉണ്ട്. അപ്പം നമുക്കിത് രണ്ടും ആൻസറായിട്ട് പറയാം. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. സ്കേഴ്സ്ലി ഹാഡ് പറയാം, ഹാർഡ്ലി ഹാഡ് എന്ന് പറയും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കേഴ്സ്ലി ഹാഡ് ഹാർഡ്ലി ഹാഡൊക്കെ വരികയാണെങ്കിൽ ഈ രണ്ട് വേർഡ്സും ഈ രണ്ട് ആഡ്വർബ് വരികയാണെങ്കിൽ അതിന് ശേഷം വെൻ ഉപയോഗിക്കാം. സെൻറ്റൻസിനകത്ത് അതിന് ശേഷമായിട്ട് വെൻ ഉപയോഗിക്കാം. നെക്സ്റ്റ്, നമ്പർ 2, ഷീ വർക്ക്ഡ് ഡാഷ് ടു ഗീവ് ഹർ ചിൽഡ്രൻ എ ഗുഡ് എഡ്യൂക്കേഷൻ. ഓക്കെ, അവിടെ ആൻസർ നമുക്ക് വായിക്കുമ്പോഴേ അറിയാം, ഷീ വർക്ക്ഡ് ഹാർഡ്. ഓക്കെ, അവിടുത്തെ ആഡ്വർബ് എന്ന് പറയുന്നത് ഷീ വർക്ക്ഡ് ഹാർഡ് എന്ന വേർഡാണ്. നമ്പർ 3, ഐ തിങ്ക് ജോയ് ഡ്രൈവ്സ് വെരി ഡാഷ് ആൻഡ് വെരി ഡാഷ്. ഓക്കെ, അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കെയർഫുള്ളി. കെയർഫുൾ എന്ന അഡ്ജക്റ്റിൻ്റെ കൂടെ LY ആഡ് ചെയ്ത് കിട്ടിയതാണ് കെയർഫുള്ളി. ഓക്കെ, വെരി കെയർഫുള്ളി അതൊരു ആഡ്വർബാണ്. അതുപോലെ തന്നെ വെരി വെൽ. ഓക്കെ, നമ്പർ 4, ഹി ഡാഷ് ആസ്ക്ഡ് മീ ഫോർ സം മണി. ഹി ഡാഷ് ആസ്ക്ഡ് മീ ഫോർ സം മണി. ഓപ്ഷനകത്ത് റിലക്റ്റൻ്റ്ലി ഉണ്ട്, പൊളൈറ്റ്ലി. രണ്ടും മീനിങ്ങിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ, രണ്ടും ആഡ്വർബ് തന്നെയാണ്. നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിനകത്ത് രണ്ടും മാച്ച് ആവുന്നുണ്ട്. സോ ദ ആൻസർ ഈസ് സി, ഓപ്ഷൻ സി. ഓക്കെ, റിലക്റ്റൻ്റ്ലിയും വരാം, പൊളൈറ്റ്ലിയും വരാം. നമ്പർ 5, മിസ്റ്റർ ഘോഷ് ഹാസ് ബീൻ വിസിറ്റിംഗ് അസ് വെരി ഓഫൺ ഡാഷ്. സോ ആദ്യത്തെ രണ്ട് ഓപ്ഷനും
ഓഫ് ലേറ്റ് അതുപോലെ ലേറ്റ്ലി രണ്ടും നമുക്ക് ആൻസേഴ്സ് ആയിട്ട് പറയാവുന്നതാണ്. ഓഫ് ലേറ്റ് അതുപോലെ ലേറ്റ്ലി. അപ്പോൾ ഓഫ് ലേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇൻ ദ റീസെൻറ്റ് പാസ്റ്റ്, അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ അടുത്തിടെയായിട്ട് എന്നൊക്കെ നമുക്കൊരു മീനിങ് കിട്ടുന്നൊരു വേർഡാണ് ഓഫ് ലേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് അവിടെ നമുക്ക് സ്യൂട്ടബിളാണ്. അതുപോലെ ലേറ്റ്ലി താമസിച്ച് അത് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് പറയുന്നത്, ബോത്ത് എ ആൻഡ് ബി. Set 4. Arrange the adverbs in the correct order and rewrite the sentences. First one. They had their lunch in the dining hall quickly at 2 o'clock. Okay. അപ്പോൾ ഈ സെൻറ്റൻസുകൾക്കെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ ആഡ്വർബ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ അനുസരിച്ച് നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അതിനൊരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് മാനർ കാണിക്കുന്ന ആഡ്വർബ് ഉപയോഗിക്കണം, അതിനുശേഷം പ്ലേസ് കാണിക്കുന്നത്, അതിനുശേഷം ടൈം. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറിൽ നമുക്കിതിനൊന്ന് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് they had their lunch quickly in the dining hall at 2 o'clock. Okay, number 2. She was crying all afternoon in her room quietly. Answer, she was crying quietly in her room all afternoon. Number 3. Chitra sang tonight beautifully at the get together. Answer, Chitra sang beautifully at the get together tonight. Number 4. The music program will be held in the evening on Saturday between 5 and 8 in Geethanjali Hall, the 9th of June. Answer, the music program will be held in Geethanjali Hall on Saturday, the 9th of June between 5 and 8 in the evening. Okay. Number 5. I have asked all of them to come in the morning here at 8. Answer, I have asked all of them to come here at 8 in the morning. Set 5. Spot the error in the underlined sections of the following sentences and circle the appropriate letter. If there is no error, the answer is D. Question number 1. I am very obliged to you for tricking me like this, said my friend indignantly. ഓക്കെ, അപ്പം ഇതിനകത്ത് ഏത് ഭാഗത്തായിട്ടാണ് എറർ വരുന്നത്? എ സെക്ഷനാണോ, ബി ആണോ, സി ആണോ? സോ ആൻസർ എന്ന് പറയുന്നത് എ ആണ്. ഓക്കെ, അവിടെ നമുക്ക് എറർ എന്ന് പറയുന്നത് ഐ ആം വെരി ഒബ്ലൈസ്ഡ് ടു എന്നല്ല പറയേണ്ടത്, ഐ ആം മച്ച് ഒബ്ലൈസ്ഡ്. ഓക്കെ, അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു മച്ച് എന്ന ആഡ്വർബ് വരികയാണെങ്കിൽ അതിന് ശേഷം വരേണ്ടത് ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിരിക്കും, ഒബ്ലൈസ്ഡ്. ഓക്കെ, ഐ ആം മച്ച് ഒബ്ലൈസ്ഡ്. Number 2. Shankar often has said he would like to be a magician. സോ ഇവിടെ എറർ എന്ന് പറയുന്നത് ആഡ്വർബിൻ്റെ ആ ഒരു പ്ലേസ്, ഏത് പ്ലേസിൽ ഏത് പൊസിഷനിലാണ് അത് വെച്ചിട്ടുള്ളത് നോക്കാനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഓഫൺ എന്ന വേർഡ് അതൊരു ആഡ്വർബാണ്, അത് ഫ്രീക്വൻസിയെ കാണിക്കാൻ ഉപയോഗിക്കുന്നൊരു ആഡ്വർബാണ്. അപ്പോൾ ഫ്രീക്വൻസി കാണിക്കാൻ ഉപയോഗിക്കുന്ന ആഡ്വർബ് ആ ഒരു സെൻറ്റൻസ് അകത്ത് ഒരു ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിന് ശേഷമായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആഡ്വർബ് ഫ്രീക്വൻസി ഷുഡ് ബി പ്ലേസ്ഡ് ആഫ്റ്റർ ദ ഫസ്റ്റ് ഓക്സിലറി വെർബ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? ഓക്സിലറി വെർബായിട്ടുള്ള ഹാസിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ബി ആണ്. Shankar has often said he would like to be a magician. Number 3. Deepa read quietly in her room for an hour. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആഡ്വർബ് എന്ന് പറയുന്നത് ക്വയറ്റ്ലി ആണ്. അവിടെ നമുക്ക് ആ ഒരു ഓർഡർ നോക്കാം. ക്വയറ്റ്ലി, ദെൻ പ്ലേസ് പറയുന്നുണ്ട് ഇൻ ഹർ റൂം, ലാസ്റ്റ് ടൈം പറയുന്നുണ്ട് ഫോർ ആൻ അവർ. ഓക്കെ, ഓർഡറൊക്കെ കറക്റ്റാണ്, സെൻറ്റൻസിനകത്ത് വേറെ എററൊന്നുമില്ല. സോ ആൻസർ ഈസ് ഡി. നമ്പർ 4. They fought hardly to protect the forest from encroachers. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എവിടെയാണ് എറർ വന്നിട്ടുള്ളത്? എയിലാണ്. They fought hardly അല്ല, they fought hard. They fought hard to protect the forest from encroachers. Next, number 5. Govind
is a really more intelligent person than his brother. Govind is a really more intelligent person than his brother. Okay, ഇവിടെ എറർ വന്നിട്ടുള്ളത് എവിടെയാണ്? ബിയിലാണ്. സോ ആൻസർ ബി ആണ്. ഇതെങ്ങനെയാണ് ഇവിടെ കറക്റ്റ് ചെയ്യേണ്ടത്? റിയലി എന്ന വേർഡിനകത്ത് നമുക്ക് ഓക്സിലറി വെർബിന് ശേഷം വയ്ക്കാം. ഗോവിന്ദ് ഈസ് റിയലി എ മോർ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ദാൻ ഹിസ് ബ്രദർ. ഓക്കെ, ഗോവിന്ദ് ഈസ് റിയലി എ മോർ ഇൻ്റലിജൻറ്റ് പേഴ്സൺ ദാൻ ഹിസ് ബ്രദർ. ഓക്കെ, അങ്ങനെ വയ്ക്കുമ്പോഴേക്കും സെൻറ്റൻസ് കറക്റ്റ് ആവും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ മോഡ്യൂളിനകത്ത് ആഡ്വർബോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആഡ്വർബുകൾ നമ്മൾ ഇതിനകത്ത് പറയാത്ത വീണ്ടും ഒരുപാട് ആഡ്വർബുകളുണ്ട്. സ്റ്റിൽ, എറ്റ്, വൺലി, എലോൺ, ലോൺലി, ഫെയർലി, അതുപോലെ തന്നെ എഗോ, ബിഫോർ. അപ്പോൾ ഇതൊക്കെ എക്സ്ട്രാ വരുന്ന ആഡ്വർബുകളാണ്. അപ്പോൾ അതിനെല്ലാം ഉപയോഗിക്കേണ്ട ഓരോരോ പ്ലേസുകളുണ്ട്, ഓരോ രീതികളുണ്ട്, ഓരോ പോസിറ്റീവ് സെൻസിലാണോ നെഗറ്റീവ് സെൻസിലാണോ എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സോഴ്സുകൾ ഒന്നുകൂടെ ഒന്ന് റെഫർ ചെയ്ത് വായിക്കുക. അപ്പോൾ ഇത് പറഞ്ഞ അത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.